പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ച. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. അതിനെ അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു ഉത്തരം പറഞ്ഞു. ഇന്ന് 2026 നോമ്പിൻ്റെ 40-ാം വെള്ളിയാഴ്ചയാകുന്നുവല്ലോ. യേശു ക്രിസ്തു അനുഭവിച്ചതായ പ്രലോഭനത്തെക്കുറിച്ചാണല്ലോ നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ യേശു ക്രിസ്തുവിനെ പൈശാചികൻ പരീക്ഷിക്കുന്നു. അതിലെ 4-ാമത്തെ വാക്യം നാം ധ്യാനിക്കുകയാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. ജീവിതത്തിൻ്റെ തിരക്കിലും സമ്മർദ്ദങ്ങളിലും നാം പലപ്പോഴും ഒരു അടിസ്ഥാന ചോദ്യം മറക്കുന്നു. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്? നാം അപ്പം അന്വേഷിക്കുന്നു, സ്ഥാനം അന്വേഷിക്കുന്നു, പണം അന്വേഷിക്കുന്നു, സുരക്ഷിതത്വം അന്വേഷിക്കുന്നു. എന്നാൽ ഇതിനൊക്കെ അപ്പുറം യേശു ക്രിസ്തു മരുഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മെ പഠിപ്പിച്ച ഒരു സത്യമുണ്ട്. അവൻ പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ ജീവിക്കും. ശരീരത്തിന് അപ്പം ആവശ്യമുണ്ട്, അതുപോലെ ആത്മാവിന് ദൈവവചനം അനിവാര്യമാണ് എന്ന സന്ദേശം ഇവിടെ ലഭിക്കുന്നു. യേശു ക്രിസ്തു മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച ശേഷം വിശന്നിരിക്കുമ്പോൾ പോലും അവൻ അപ്പത്തേക്കാൾ വചനത്തെ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ഷാമം ഭക്ഷണത്തിൻ്റെ അഭാവമല്ല, ദൈവവചനത്തിൻ്റെ അഭാവമാണ് എന്ന. ശരീരത്തിൻ്റെ വിശപ്പ് നാം എളുപ്പത്തിൽ തിരിച്ചറിയും, പക്ഷേ ആത്മാവിൻ്റെ വിശപ്പ് പലപ്പോഴും നാം അവഗണിക്കുന്നു. സഭാപിതാക്കന്മാരിൽ ഒരാളായ നിസായിലെ വലിയ മോർ ബസേലിയോസ് പറയുന്നു, ദൈവവചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ചാൽ നാം ദിവസവും ശരീരത്തിന് 3 പ്രാവശ്യം മിനിമം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. വിശന്നാൽ ഉടനെ ഭക്ഷണം നേടുന്നു. പക്ഷേ ആത്മാവിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം പോലും ദൈവവചനം വായിക്കാതെ നാം ജീവിക്കുകയാണ്. അങ്ങനെ ആയാൽ ആത്മാവ് എങ്ങനെ ശക്തിയോടെ നിലനിൽക്കും? നാം ചോദിക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സത്യസന്ധമായ ഒരു ചിത്രം എന്നത് പലപ്പോഴും തിരക്കിനിടയിലുള്ളതായ ജീവിതത്തിൽ ദൈവവചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ നാം സമയം കണ്ടെത്താറില്ല എന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരത്തെയും പുറം ജീവിതത്തെയും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നവരാണെന്നാണ്. ആത്മാവിന് ആവശ്യമായ ഇന്ധനം ദൈവവചനം നൽകുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രതിസന്ധി നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, അപ്പം ശരീരത്തെ നിലനിർത്തും, പക്ഷെ വചനം ജീവിതത്തെ നയിക്കും. വചനമില്ലെങ്കിൽ ആത്മാവ് ക്ഷീണിക്കും, വചനമുണ്ടെങ്കിൽ ആത്മാവ് ജയിക്കും. ദൈവവചനം ജീവിതത്തിൻ്റെ യഥാർത്ഥ ഇന്ധനമാണ്. ശരീരത്തിന് ഭക്ഷണം എത്ര പ്രധാനമാണോ അതിലും കൂടുതൽ ആത്മാവിന് കർത്താവിൻ്റെ വചനം അനിവാര്യമാണ്. ഇന്ന് നാം ഓരോരുത്തരും ഒരു തീരുമാനത്തിലേക്ക് എത്തണം. ദിവസേന കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും വചനം വായിക്കുവാൻ സമയം ഞാൻ മാറ്റിവെക്കും. അത് വായിക്കുന്നത് മാത്രമല്ല, അതിനെ ധ്യാനിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതിലുപരി അതിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പലതും നാം അന്വേഷിക്കുന്നു, പക്ഷേ യേശു പഠിപ്പിക്കുന്നത് വചനം തന്നെയാണ് ജീവൻ എന്നാണ്.
നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ചോദിക്കണം. എൻ്റെ ആത്മാവ് വിശക്കുന്നുണ്ടോ? അതിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ്. ദൈവവചനം മാത്രമാണ് ആ വിശപ്പിനെ നിറയ്ക്കുന്നത്. അത് നേടാനുള്ള ശ്രമം നമ്മെ പ്രത്യേകതയുള്ളവരാക്കി മാറ്റട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങളുടെ ശരീരത്തിന് അപ്പം നൽകുന്നവനെ, ഞങ്ങളുടെ ആത്മാവിന് ജീവൻ നൽകുന്നതിൻ്റെ വചനം പലപ്പോഴും ഞങ്ങൾ അവഗണിച്ചു. അതിന് ഞങ്ങളെ ക്ഷമിക്കുമാറാകണമേ. നിന്റെ വചനത്തെ സ്നേഹിക്കാൻ, ദിവസേന അതിൽ ജീവിക്കുവാൻ, അതിനെ ധ്യാനിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശക്കുന്ന ആത്മാക്കളെ നീ നിറയ്ക്കണമേ. ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് ശക്തി നൽകണമേ. നിന്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആധാരമായി മാറുവാൻ അവിടുന്ന് ഇടയാക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.